എന്നാ ചായ? സിനിമയ്ക്കോ? വേണ്ട വേണ്ട. പിന്നെ അങ്ങനെ പെണ്ണുങ്ങളെ ഒന്നും തുള്ളിക്കാൻ ഞാൻ വിടത്തില്ല. എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിടത്തില്ല. പിന്നെ ചേട്ടായിക്ക് അവിടെ ഇരുന്നിട്ട് ഓരോന്നങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാ വീഡിയോ? ചില പിള്ളേരുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അപ്പനെ വിളിക്കലും അന്വേഷിക്കലും. എന്നാമേ? നിന്നെ അല്ല. അതെ, ഈ സിനിമയ്ക്ക് പോകാനായിട്ട് പെർമിഷൻ ചോദിക്കാൻ നീ അപ്പായെ വിളിച്ചായിരുന്നു, ആ ഉറങ്ങിക്കിടക്കണ മനുഷ്യനെ? വിളിച്ചായിരുന്നു. നിനക്ക് സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? അപ്പൊ തന്നെ ഞാൻ പറയത്തില്ലേ പോകണ്ടാന്ന്. നമ്മള് തുള്ളാൻ പോകുന്നു. ടോക്സിക് പാരന്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും അല്ലെ? കാരണം പാരന്റ്സ് എന്ന് പറയുന്നവർക്ക് യാതൊരു തെറ്റും സംഭവിക്കാൻ. അതോറിറ്റേറിയൻ പാരന്റിംഗ് സ്റ്റൈൽ, പാരന്റ്സ് സെറ്റ് ചെയ്ത കർശനമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് സ്റ്റൈൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു നിശ്ചയിക്കുന്നതിലൂടെ കുട്ടികളുടെ പെരുമാറ്റം വളരെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് ഒരു അതോറിറ്റേറ്റീവ് പാരന്റ്സ് കുറച്ചുകൂടി ഡെമോക്രാറ്റിക്. ശരിയെന്നാ. എന്നാമേ? നീ കഴിഞ്ഞ ദിവസം ഒരു ആഗ്രഹം പറഞ്ഞില്ലേ, സിനിമയ്ക്ക് പോണോന്ന്? ആഗ്രഹം ഞാൻ അപ്പൊ തന്നെ വേണ്ടെന്ന് വെച്ചായിരുന്നല്ലോ. ഇനി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കരുത്. നീ സിനിമയ്ക്ക് പോക്കോ. പൈസ വല്ലതും വേണോ? വേണ്ട. പൈസ വേണമെങ്കിലേ അപ്പായോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞേക്കാം. എന്റെ പൊന്ന് പെങ്കൊച്ചേ, അത് കഴിച്ചാൽ നിനക്ക് എന്നാ ആവാനായിട്ടാ? വല്ല ചോറും കറി എടുത്ത് കഴിക്കേ. ഒന്നാമത് വേരിന്റെ ഇടയിലിട്ട് വലിച്ച പോലെ ഇരിക്കുന്നത്. എല്ലാരും കുറ്റം പറയുന്നത് എന്നെയാ. എൻ്റെ അമ്മ, ഇത് കുക്കുംബറാ. ഇതിന് നിറയെ വാട്ടർ കണ്ടന്റ് ഉള്ളതാ. ഇത് ബോഡിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാ. ഞാൻ പറയാനുള്ള പറഞ്ഞു, നീ എന്നാന്ന് വെച്ചാൽ തീരുമാനിക്കും. മോളെവിടെ പോവാ? അമ്മ എത്രയോടൊന്ന് മറന്നു. ഞാൻ കൂട്ടുകാരുടെ സിനിമ കാണാൻ പോകുന്നു പറഞ്ഞതാണല്ലോ. നീ നേരെ വരെ ഒന്നും കഴിക്കുന്നുമില്ല. ഈ കണ്ട കടജാതിയൊക്കെ മൂത്ത് തേക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ അമ്മേ, ഇത് മാമായത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീനാ. ഈ ക്രീമൊക്കെ തേച്ചിട്ട് എന്നാ ഉപകാരം? എന്നാ ഈ സൺസ്ക്രീൻ്റെ അകത്ത് SPF 50 ആൻഡ് PA+++ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് മുഖത്തിടുന്നോണ്ട് എന്നാ ഇത്ര ഉപകാരം കിട്ടുന്നത്? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയ വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കുകയും അതുപോലെ തന്നെ ടെർമറിക് ഒരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ സൺബേണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, നല്ലൊരു ഗ്ലോ നൽകുകയും ചെയ്യും. പിന്നെ ഇതൊരു കെമിക്കൽ ഫ്രീ പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് സ്കിന്നൊന്നും വരത്തില്ല. അപ്പൊ ഇതാണ് സ്കിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതല്ലേ? അത് തന്നെ. അപ്പൊ നിങ്ങളുടെ സ്കിൻ സൺ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മാമാ എർത്തിന്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോയിങ് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ ആണെങ്കിൽ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാമാ എർത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. പൊന്നു 2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് 20% ഓഫറും കിട്ടും. ശരിയാ, പെട്ടെന്ന് അങ്ങ് വലിഞ്ഞ പോലെ. എന്നാടി അമ്മയോട് കഥ പറഞ്ഞ സിനിമ തുടങ്ങാറായി, ഞാൻ പോട്ടെ. കുട്ടികളോട് ഒരിക്കലും ദേഷ്യപ്പെടരുത് മോളെ. എപ്പോഴും ഇങ്ങനെ ഫോണെ കുത്തിക്കൊണ്ടിരുന്നത് നിന്റെ കണ്ണ് ചീത്തയാവുകയല്ലേ? ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുത്തേ ഫോണിനും കണ്ണിനും. ചെയ്തേ അങ്ങോട്ട്. വട്ടായോ? എനിക്ക് മനസ്സിലായി ചായോ. നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് ആയി കാണിക്കുമ്പോഴേ അവള് എന്നെ തന്നെ അങ്ങ് വെറുക്കും. ഞാനിനിയിപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ അങ്ങ് ചെയ്തോളാം. ശരി. എടി, തേങ്ങ വീണതാണോ അതോ എന്തെങ്കിലും കണ്ട് പേടിച്ചാണോന്ന് അറിയത്തില്ല, അമ്മ സിനിമയ്ക്ക് കൊള്ളാൻ പറഞ്ഞടി. എന്തായാലും നീ ബുക്ക് ചെയ്തോ, നാളെ നമുക്ക് പോവാം. നല്ല സിനിമയായിരുന്നല്ലേ? അതെ, നല്ല സിനിമയാണ്. നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? ഇവിടെ എവിടെ നല്ല കടയുള്ളേ? നമുക്ക് ആരുടെയും ചോദിക്കാം. ചേച്ചി, ഇവിടെ അടുത്ത് ഏതാ നല്ല ജ്യൂസ് കടയുള്ളേ? നേരെ പോയിട്ട് വളഞ്ഞാൽ മതി, അവിടെ ഉണ്ട്. ഈ
സൗണ്ട് എവിടെയോ. അമ്മേ, ഓ മോളെ, ഇതേതാണ്ട് കൂടിയ പ്രശ്നം. അത്യാവശ്യം അപ്പായി വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മോളെ എടി, മിണ്ടരുത്. എന്തൊക്കെയായിരുന്നു ഒരു മങ്കി ക്യാപ്പും മോടന്തരും. ഞാൻ അവളുടെ മുമ്പ് നാണം കെട്ട് പോയി. അത് ഞാൻ ഈ ന്യൂ ജനറേഷൻ ആവാൻ ശ്രമിച്ചതാ, പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. നീ ഇവിടുന്ന് പോകുന്നോട് വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനും പേടിയും ആദികേറ്റവും എനിക്ക് ഏതാണ്ടും പോലെ ആയിരുന്നു. അമ്മേ, ഒന്നേ അമ്മ ന്യൂ ജനറേഷൻ ആകുക, അല്ലെ അമ്മയുടെ പഴയ ക്യാരക്ടറായിട്ട് നിൽക്കുക. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിന്നാണ്ടല്ലോ അത് ശരിയാവത്തില്ല. ശരിയാ, ഞാൻ തീരുമാനിച്ചു എൻ്റെ ക്യാരക്ടർ മാറാൻ. ന്യൂ ജനറേഷൻ ആണോ? അല്ല, ഞാൻ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ. എന്നാ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? കയറിപ്പടകത്ത് തുള്ളാൻ വേണ്ടി നടക്കോ പെണ്ണുങ്ങൾ? ഓരോന്ന് പറയിപ്പിക്കാണ്ട് കയറിപ്പടകത്ത്. Subscribe my channel.